ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു പെൻ ഹോൾഡറാണ്. അത് മുത്തുകൾ കൊണ്ട്, ബീഡ്സുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വളരെ എളുപ്പത്തിൽ. എൻ്റെ കയ്യിലിരുന്ന ഒരു ചെറിയ ബൗൾ കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ടിലെ ഗോൾഡൻ വയറും അതുപോലെ കുറച്ച് മുത്തുകൾ മാത്രം മതി. അതുപോലെ നല്ല ഗമ്മ്, അതായത് ഇപ്പോഴെന്ന് വെച്ചാൽ B7000 എന്നൊരു ഗം, അത് നല്ല സൂപ്പറായിട്ട് ഒട്ടുന്നതാണ്. അതിന് പകരം അല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്താലും മതി. ഇതൊരു ചെറിയ ഒരു ബൗളിൽ ഞാൻ ചുറ്റും ഗോൾഡൻ വയർ രണ്ടായിട്ട് മടക്കി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും, ഒരു 10-15 മിനിറ്റെങ്കിലും അതെടുക്കും ഒന്ന് ഉണങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടൈറ്റായി കഴിയും. അതിനുശേഷം എന്താ ഫാൻസി ലേസ് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ആ ഗോൾഡൻ കളറിലത്. അത് വെറുതെ ഞാൻ ആദ്യമേ ചുറ്റി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു 3 മുത്തുകൾ വെച്ച് ഓരോ കമ്പിയിലും നിറച്ച് കഴിഞ്ഞ് ഇനി ഇതുപോലെ ഒരു കമ്പിയിൽ അവിടെ നമ്മൾ ആ ഒരു B7000 എന്ന് പറയുന്ന ഒരു ഗമ്മ് വെച്ച് ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഒട്ടിയതിന് ശേഷം ഓരോ കമ്പി ഇടവിട്ട് ചുറ്റി വരിഞ്ഞ് ഒരു ചെറിയ ഒരു ലെയറോളം നമുക്ക് ഇഷ്ടമുള്ള കണക്ക്, ഇതിപ്പം എനിക്ക് തോന്നിയ മോഡൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. മുമ്പേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ മുത്തുകൾ വെച്ചൊരു പെൻ ഹോൾഡർ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എൻ്റെ കയ്യിലുള്ള മുത്തുകളും കുട്ടികൾ തന്ന മുത്തുകളും ഒക്കെ വെച്ചാണ് ഞാനിത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്താൽ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു നമ്മളെ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു പെൻ ഹോൾഡർ നമുക്ക് തന്നെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ആ ഓരോന്നിലും ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ആ ഗോൾഡൻ ഫാൻസി ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വൈറ്റ് കളർ, ഗോൾഡൻ കളർ, ബ്ലൂ കളർ, അങ്ങനെ പല കളറിൽ ലേസുകളുണ്ട്. ഇതെല്ലാം ഫ്രോക്കിൽ യൂസ് ചെയ്യുന്നത്, ഡ്രസ്സിൽ തച്ച് പിടിപ്പിക്കുന്ന ഒരു ഫാൻസി ലേസാണ്. അത് വെച്ചാണ് ഞാനിത് ചുറ്റിയിരിക്കുന്നത്. ഓരോ കമ്പി ഇടവിട്ട് ഒരു 3-4 ലെയറോളം ഞാനിത് ചുറ്റി വരിഞ്ഞിരിക്കുക. അപ്പോഴെന്ന് വെച്ചാൽ ഇളകി പോകാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് കൂടുതൽ ഫെവി ബോണ്ടോ ഫെവിക്കോളോ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുറ്റി വരിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ മാത്രം അതൊന്ന് ഒട്ടിച്ചെടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു പെൻ ഹോൾഡർ എന്ന് പറയുന്നത്. നമ്മൾ ടേബിളിൽ, കുട്ടികൾ പഠിക്കുന്ന ടേബിളുകളിൽ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ആ പേനകൾ വലിച്ചു വാരി ഇടാതെ അതിൽ തന്നെ പേനയോ പെൻസിലോ റബ്ബറോ എന്ത് വേണമെങ്കിലും നമുക്കതിൽ തന്നെ കീപ്പപ്പ് ചെയ്ത് വയ്ക്കാം. ഇനിയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ആ ബ്ലാക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ലേസ് വെച്ച് ചുറ്റി അത് ഓരോ കമ്പി ഇടവിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലെ ലെയറിലെന്ന് പറയുന്നത് വീണ്ടും വൈറ്റ് കളർ യൂസ് ചെയ്ത് ഞാൻ 3 ബീഡ്സ് വെച്ചാണ് നിറച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന മോഡലാണ്. അപ്പോൾ അത് ഒരു വിധത്തിൽ ഇളകി പോകത്തില്ല. ചുറ്റി ഉണ്ടല്ല, ആ ഒരു ചുറ്റലെന്ന് വെച്ചാൽ ഓരോ കമ്പിയിലും ചുറ്റിക്കൊണ്ട് അടുത്ത കമ്പിയിലോട്ട് വളച്ച് വയ്ക്കുന്ന ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ടാണ് ഞാൻ അത് ഫോം ഷീറ്റാണ്, ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഏറ്റവും മുകളിലും താഴെയും ചുറ്റിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ ആയതുകൊണ്ട് ആ ഒരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് ബ്ലൂ കളർ യൂസ് ചെയ്ത് ഇതുപോലെ എളുപ്പത്തിൽ നമുക്കൊരു പെൻ ഹോൾഡറാക്കി എടുക്കാവുന്നതേ.